ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിത്തു ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു സൺഡേ വ്ളോഗ് ചെയ്യാണ് കേട്ടോ. അപ്പം സൺഡേയിൽ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. വാ വാ വാ, എന്തൊക്കെയാ റിത്തുന് എന്തൊക്കെയാ പറയാനുള്ളത്? അല്ല, റിത്തുന് എന്താ പറയാനുള്ളത് പറയും. റിത്തുന് നാളെ ഡിക്റ്റേഷൻ ഇല്ലേ? ഒക്കെ പഠിച്ചോ? ഫുള്ള് പഠിച്ചോ? എന്തൊക്കെയാ ഡിക്റ്റേഷൻ വേർഡ്സ്? ഏതൊക്കെയാ? ഗുഡ്. എന്താ വായിക്കത്? ബ്രദർ. ഡിക്റ്റേഷൻ വേർഡ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ വരും. അപ്പം നമ്മുടെ വ്ളോഗ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പം നമ്മളിപ്പോൾ ചായ എല്ലാം കുടിച്ചിരിക്കുകയാണ്, അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വ്ളോഗ് എടുത്താലോ എന്നുള്ളത് ചിന്തിച്ചത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റേതായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെ ശരിയാവുമെന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഋത്തുവിൻ്റെ കാലാണ് കേട്ടോ അത്. ഋത്തുവിനല്ലേ കാലിഷ്ടം. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി അരിയണ്ടേ. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നേ, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ. സ്വന്തമായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാ പണിയും സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ടി വന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നന്നായിട്ട് കുനുക്കുനാ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഉള്ളി. അപ്പം ബിരിയാണി എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പം ചിലവർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് പണികൾ നമുക്ക് കാവിൻ്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടിയിരുന്നായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ നായ്ക്കൾ നന്നായിട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ രോമമൊക്കെ ഉണ്ടായത് കാരണം അപ്പം അവിടെ നന്നായിട്ട് അടിച്ച് കഴുകി വൃത്തിയാക്കാന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കാവിൻ്റെ ഫ്രണ്ടിലിട്ടിരുന്ന ഒരു മാറ്റാണ് കേട്ടോ. കാരണം അവിടെ ഇൻ്റർലോക്ക് ചെയ്യാത്തത് കാരണം അതിൻ്റെ ഫ്രണ്ടിൽ നന്നായിട്ട് ചളി നിൽക്കും. അപ്പം ആ ഒരു ഏരിയയിൽ മാത്രം ഈ ഒരു മാറ്റ് വെച്ചതായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഈ മഴ പെയ്ത കാരണം നന്നായിട്ട് നല്ല ചെളി പുരണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. പിന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ നായ്ക്കൾ നന്നായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിലൊരു നായ്ക്കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ. 2 നായ്ക്കുട്ടി ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞു. പക്ഷേ ഒരെണ്ണത്തിനെ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ ബിരിയാണി പണി തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ കുളിച്ച് വന്ന് നേരെ അടുക്കളയിലേക്ക് കയറി. ബിരിയാണി ചെമ്പല്ല, നമ്മൾ സാധാ ഒരു പാത്രം വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ കുനുകുന അരിഞ്ഞ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാലേൻ്റെ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം വഴണ്ടി വരുന്നവരെ കുറച്ചൊന്ന് ക്ഷമിക്കുക. അങ്ങനെ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കുറച്ച് മല്ലിൻ്റെ ഇല ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രോയിലർ ചിക്കൻ ആയത് കാരണം ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, വിസിലൊന്നും വരുത്തുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് മസാലയെല്ലാം തേച്ച് വെച്ചു, കരിവേപ്പില ഇട്ട് വെച്ചു. അപ്പോൾ കുറച്ച് നേരം പിടിപ്പിച്ചതിന് ശേഷമാണ് ഞാനത് പൊരിക്കാൻ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബിരിയാണി മസാല ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ ഞാൻ കുറച്ച് തൈരെല്ലാം അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈരും നാരങ്ങ നീരെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വശത്ത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ പണി മാത്രം ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. കാരണം ഞാൻ ചോറ് വെച്ചാൽ ചിലപ്പോൾ നന്നാവാറില്ല. അപ്പോൾ അത് അമ്മ ചെയ്യാറാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി എല്ലാം സെറ്റായി. അപ്പോൾ എനിക്കൊരു ഇലയിൽ കഴിക്കണം എന്നുള്ളൊക്കെ ഒരു പൂതി വന്നപ്പം ഇലയൊക്കെ വെച്ച് നമ്മൾ സദ്യ വിളമ്പുന്നോണം ഓരോരോ ഐറ്റംസായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണിക്ക് ആ സൈഡ് ഉള്ളിയുടെ ഒരു സംഭവമില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കിഷ്ടപ്പെടാൻ കാരണം റഹ്മത്തിലെ ബിരിയാണി കേട്ടോ. അവിടെ ഈ ബിരിയാണിയുടെ കൂടെ തൈരിന് പകരം ഈ ഒരു ഉള്ളിയുടെ ഈ ഒരു സാലഡ് പോലത്തെ ഈ ഒരു സംഭവമാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഏട്ടൻ എന്തായാലും ടേസ്റ്റ് നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. കഴിക്കൂ. ഹേ ഉണ്ട് ഇതിലേക്ക് കണ്ടിട്ട് പറയണ്ട.
അങ്ങനെ ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളൊരു വൈകിട്ട് ചായക്കുടിയിലേക്ക് കിടന്നു കേട്ടോ. ചായയുടെ സ്പെഷ്യല് ഇതായിരുന്നു കേട്ടോ. ഇത് മറ്റേ ചോളത്തിന്റെ റവ മാണ്ടാക്കാൻ ചോളം അപ്പം നമ്മുടെ വീട്ടിലൊരു മിനി ഷെഫ് ആണ് നമ്മുടെ അനിയൻ എന്ന് പറയുന്നത് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള വെസ്റ്റേൺ ഫുഡ് ഐറ്റംസ് പരീക്ഷിക്കണം അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് അവൻ്റെ ഈ ഒരു കുക്കിംഗ് ശൈലികളൊക്കെ പരീക്ഷിച്ച് നോക്കാറുണ്ട്. അപ്പം ടേസ്റ്റ് നോക്കുക ഞങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് അവനുണ്ടാക്കി തന്നത് എന്താണെന്ന് വെച്ചാൽ ക്രീമി പാസ്തയാണ്. അപ്പം സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, സൂപ്പറാണ്. സൺഡേ സ്പെഷ്യലാണ് കണ്ണൻ്റെ. എങ്ങനെയുണ്ട് നോക്ക്. എന്താ സണ്ട് സൂപ്പർ. അവിയല്ല ആൻവി. ഈവനിങ് സ്പെഷ്യലായിട്ട് കണ്ണുണ്ടാക്കിയ സ്പെഷ്യലായിട്ടുള്ള ക്രീമി പാസ്തയാട്ടത്. അപ്പം അങ്ങനെ ഞാൻ ഓൾറെഡി ടേസ്റ്റ് ഒക്കെ നോക്കിയാട്ടോ. ഇനി ഒന്നുകൂടി ഞാനടുത്ത് അച്ഛൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. മോന്റെ കുക്കിംഗ് എങ്ങനെയുണ്ട്? കുരുമുളകോ? എന്താ ചില്ലി ഫ്ലേക്സാ? അപ്പൊ ഞാനാരാ? എന്റെ അഭിപ്രായം എന്നെ പറഞ്ഞോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് നല്ല സൂപ്പറാണ്. ഏട്ടാ വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് കിട്ടൂല കേട്ടോ. തീർന്നോ? ഓ കൊടുത്ത് ചേട്ടൻ കുറച്ച് ടേസ്റ്റ് ചെയ്തോ. കുറച്ചുകൂടി കഴിച്ചോ? അളിയുണ്ടാക്കിയല്ലേ. ചപ്പാത്തിയോ? അങ്ങനെ പാട്ട് ആ കേട്ടിട്ടേ ആ പാട്ട് അമ്മ അടുത്ത് ടേസ്റ്റ് നോക്കട്ടെ. അമ്മയോട് ഫസ്റ്റ് പറഞ്ഞു. അപ്പൊ പറഞ്ഞേ എന്താ പറയാ, സനീഷിനാണ് കിട്ടാത്തത്. നമ്മളൊക്കെ ഇടക്കിടക്ക് കഴിക്കുന്നു. അവര് വലിയ വലിയ ആൾക്കാര് ഇടക്കിടക്ക് ഇതൊക്കെ കഴിക്കുക അല്ലേ? അതൊക്കെ പോയപ്പോ എങ്ങനെയാ കൊറേ കാലങ്ങളായിട്ട് അച്ഛാ. നാളെ സ്കൂളിലോ? നാളെ വെയില് തുടങ്ങിയോണ്ട് സ്കൂളിലാവും. വെയിലായില്ലേ? ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്. ബാഹുബലി വെള്ളാക്കിട്ട് കുറച്ച പൊടി വിടട്ടെ വിടട്ടെ വിടട്ടെ. ഈ മേടിച്ചില്ല? അങ്ങ് മേടിച്ചില്ല? നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ മതി. ഇതാക്കല്ലോ കഴിഞ്ഞിട്ടാക്കടോ. വേണ്ടക്ക് പെട്ടെന്ന് കഴിയണോ? പിന്നെ സ്പെഷ്യൽ എന്താ? സ്പെഷ്യൽ മാന്തക്കറി. അടിപൊളി മാന്തക്കറി. അടിപൊളിയാണ്. കുട്ടിയൊക്കെ കണ്ടാലറിഞ്ഞോ മാന്തക്കറി അടിപൊളിയാണ്. പിന്നെ സ്പെഷ്യൽ ചമ്മന്തി. ചെമ്മീൻ ചമ്മന്തി. ചെമ്മീൻ ചമ്മന്തി.
പിന്നെ ഉപ്പേരി, പയറുപ്പേരി, പയറല്ല ഉപ്പേരി, പിന്നെ ചിക്കൻ വേണം, പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ ഒരു പപ്പടം. അപ്പം പൊളിക്കും. അപ്പൊ ഉച്ചത്തെ സദ്യ എന്തായാലും വൈകുന്നേരത്തേക്ക് ആക്കാം. വർഷം പപ്പടം, അച്ചാറ് വേണമെങ്കിൽ ഉണ്ട്. ചമ്മന്തി, വെണ്ടക്ക. അച്ഛന്ന് കഴിക്കണ്ടേ? എനിക്ക് കഴിക്കാനായില്ലോ, ഹെയർ ഇല്ല. എവിടേക്ക് വീട്ടിൽ പോവാ? അതെ മമ്മയോ? അയ്യോ എടുത്തില്ല. ബൈ. ബൈ ബൈ കണ്ണപ്പ. പോയി ഇവക്കുട്ടി എന്താ കരയുന്നുണ്ടോ? അപ്പൊ നമ്മള് മാങ്കാവ് പാലെത്തിയപ്പോഴേക്കും മുന്നിൽ നല്ല ബ്ലോക്കാണ്. അപ്പം കുറച്ച് നേരമായിട്ട് ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ റിപ്പോർട്ടിന് ചെറിയൊരു ഉറക്കമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഉണ്ടോ അർത്തുമ്മ? അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയില്ലർത്തുമ്മ. അപ്പൊ നമ്മൾ എടുത്തിരുത്തൂസേ എവിടെ എഞ്ഞിപ്പാലിട്ടിനോ? ഞങ്ങൾ എഞ്ഞിപ്പാലത്തെത്തിയില്ലേ? അച്ഛ വീട്ടിലെത്തിയില്ലേ? പപ്പ വീട്ടിലെത്തിയില്ലേ? പപ്പ ബ്ലാക്കോട്ട് ഇറങ്ങിയാണ്. ബ്ലാക്ക് മാനാണ് അല്ലേ? ചെരുപ്പിടാൻ പോവാ? ഇല്ല, അതിന്റെ പെയ്യാനായിരുന്നു.